നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ശീലമായി വന്നിരിക്കുകയാണ് ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിച്ച് ജീവിക്കാം. ആ ജീവിതമെല്ലാം തീർന്നു കഴിയുമ്പോൾ ആത്മകഥ, ഈ കള്ളന്മാരുടെ ആത്മകഥ പഠിച്ച് നമ്മൾക്കെന്ത് കിട്ടാനാണ്? ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? ജനങ്ങളെ നല്ല രീതിയിൽ സേവിച്ചിട്ട് ഒരു ആത്മകഥ ഇറക്കി കഴിഞ്ഞാൽ 4 പേർ വായിക്കും. അത് വായിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ട്? ഇവന്മാർ ജനങ്ങൾക്ക് ചെയ്യാവുന്ന ദ്രോഹമെല്ലാം ചെയ്തതിന് ശേഷം ജയിലിൽ പോകുമെന്ന് ഉറപ്പാകുമ്പോൾ ഒരു ആത്മകഥയുമായി വരും. ഇപ്പോൾ ഒരുത്തൻ വന്നിട്ടുണ്ട് രംഗത്ത് ആത്മകഥയുമായി. അയ്യപ്പൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചുമാറ്റിയ കള്ളന്മാരെല്ലാം ആത്മകഥ എഴുതുകയാണ്. എന്താണ് കഥ ജനങ്ങളുടെ? ഇവന്മാരെയൊക്കെ വിശ്വസിപ്പിച്ച് വോട്ട് ചെയ്ത് വിട്ട് ജനങ്ങളെ കട്ടുമുടിച്ചിട്ട് അയ്യപ്പൻ്റെ സ്വർണം വരെ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ആത്മകഥയുമായി ഇറങ്ങുന്നു.